വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ സുമോദ് ഡൽഹിയിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വി.ഡി. സതീശൻ അനുകൂല വികാരം ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ നിയോഗിച്ച എന്ന് വെച്ചാൽ ഒരു ഷാഡോ ഏജൻസിയെ നിയോഗിച്ചിരുന്നു. ആ ഷാഡോ ഏജൻസി റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. കെ.സിയെ പിന്തുണക്കുന്ന എം.എൽ.എമാർക്കെതിരെ വികാരമുണ്ടെന്നും റിപ്പോർട്ടിലുണ്ടെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. മലബാറിലാണ് ഇത്തരം വികാരം കൂടുതലെന്നും ആ ഏജൻസി വ്യക്തമാക്കുന്നു. സുമോദ് തന്നെയാണ് കഴിഞ്ഞ ദിവസം ആ വിവരം ബ്രേക്ക് ചെയ്തിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരേ സമയം നിരീക്ഷകർ വന്ന് എം.എൽ.എമാരുടെ അഭിപ്രായം തേടുന്നതിനൊപ്പം കേരളത്തിന് അടിത്തട്ടിൽ ഗ്രൗണ്ടിലെ വികാരം അറിയാൻ ഒരു ഏജൻസിയെ ഹൈക്കമാൻഡ് തന്നെ നിയോഗിച്ചു എന്നുള്ള വിവരം സുമോദ് തന്നെ ബ്രേക്ക് ചെയ്തിരുന്നതാണ്. ആ ഏജൻസി ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണ്? ഈ റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് വി.ഡി. സതീശൻ അനുകൂലമായിട്ടുള്ള ഒരു തരംഗം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. അത് മലബാറിലാണ് കൂടുതലും ആഞ്ഞടിച്ചിരിക്കുന്നത്. വിജയിച്ച എം.എൽ.എമാർക്ക് പലയിടങ്ങളിലും സഞ്ചരിക്കാനോ അല്ലെങ്കിൽ അവർക്ക് വ്യക്തിപരമായ പല ചടങ്ങുകളിൽ പോലും പങ്കെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. എവിടെ ചെന്നാലും ഈ എം.എൽ.എമാർ നേരിടുന്നത് ഈ വി.ഡി. അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്ന് പല എം.എൽ.എമാരോടും ജനങ്ങൾ തന്നെ ആവശ്യപ്പെടുന്നു എന്നാണ് ഈ ഏജൻസി അറിയിച്ചിരിക്കുന്നത്. സാധാരണ ഒരു തീരുമാനം എടുക്കുമ്പോൾ എം.എൽ.എമാരുടെ എണ്ണം നോക്കി മാത്രമാണ് തീരുമാനം എടുത്തിരുന്നത്. പക്ഷേ ആ എം.എൽ.എമാരുടെ എണ്ണം നോക്കി മാത്രം കേരളത്തിൽ തീരുമാനമെടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഏജൻസികളുടെ ഒരു നിലപാട് കൂടി തേടിയത്. അങ്ങനെയാണ് ഏജൻസികളെ നിയോഗിച്ചത്. അവരുടെ ഷാഡോ ഏജൻസി ആയിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. കേരളത്തിൽ അവർ താഴെത്തട്ടിൽ നടത്തിയ ഒരു പഠനങ്ങളിൽ നിന്നും സർവേകളിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള ഒരു വി.ഡി. അനുകൂല തരംഗം കേരളത്തിലുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, തരംഗമുണ്ട്, വി.ഡി. തരംഗമുണ്ട്. വോട്ട് കിട്ടിയത് വി.ഡിക്കാണ്, വി.ഡിയുടെ കാഴ്ചപ്പാടുകൾക്കാണ്, വി.ഡി. സതീശന്റെ നിലപാടുകൾക്കാണെന്ന് ബോധ്യമായ സ്ഥിതിക്ക് ഇനി അതങ്ങ് പ്രഖ്യാപിച്ചൂടെ? ഇനിയും വൈകിക്കുന്നത് എന്തിനാണ്? കാരണം റിസൾട്ട് വന്നിട്ട് ഒരാഴ്ച പിന്നിടുന്നു. ഇനിയും വൈകിക്കുന്നതിൽ അർത്ഥമില്ല. റിസൾട്ട് വന്നിട്ട് ഒരാഴ്ച പിന്നിട്ടിട്ടും ഈ കാര്യങ്ങളൊക്കെ ബോധ്യമായിട്ടും ഇനിയും വൈകിക്കുന്നത് ശരിയല്ല. എത്രയും പെട്ടെന്ന് പ്രഖ്യാപിക്കേണ്ടതുണ്ട്. കാരണം ജനം വോട്ട് ചെയ്തത് സതീശനാ. ഇവിടെ ഈ പറഞ്ഞ കണ്ടെത്തിയ കാര്യങ്ങൾ വളരെ കൃത്യമാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം, 63 എം.എൽ.എമാർ, 63 കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ മാത്രമാണ് ഞാൻ പറയുന്നത്. ഈ 63 സ്ഥാനാർത്ഥികൾ വിജയിച്ച് കയറിയിട്ട് നിങ്ങൾ നോക്കൂ, UDFന്റെ ഘടകകക്ഷികളായിട്ടുള്ള ബാക്കി എല്ലാവരും വിജയാഘോഷങ്ങളും ആഹ്ലാദങ്ങളും ഒക്കെ നടത്തിക്കഴിഞ്ഞു. വിജയാഘോഷങ്ങൾ വരെ നടത്തിക്കഴിഞ്ഞു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധികൾക്ക് അവർക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. ജനങ്ങൾ നിരന്തരമായിട്ട് പ്രതിനിധികളുടെ മുകളിൽ, അവർ വിജയിപ്പിച്ച അവരുടെ ജനപ്രതിനിധിയുടെ മുകളിൽ അവർ വലിയ സമ്മർദ്ദങ്ങൾ ചെലുത്തുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരം നിരവധി ഫോൺ കോളുകൾ അവർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച UDFന്റെ കോൺഗ്രസിന്റെ പ്രതിനിധികളെ വിളിച്ച് നിങ്ങൾ വി.ഡി. സതീശനെ പിന്തുണക്കണം, എന്തുകൊണ്ട് നിങ്ങൾ പിന്തുണക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങളുമായിട്ട് ജനം എത്തുന്നതും നമ്മൾ കണ്ടു. അപ്പോ വി.ഡി. സതീശൻ തരംഗം കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പഠനങ്ങളോ ഏജൻസികളോ ഒന്നും ആവശ്യമില്ല. UDF എത്തി നിൽക്കുന്ന 102 എന്ന് പറയുന്ന ഫിഗർ തന്നെ അതിന് ധാരാളമാണ്. കാരണം ആ 102 100+ എന്ന് പറയുന്ന നമ്പർ, ആ ഒരു മാർജിൻ, അങ്ങനെ ഒരു ഫിഗർ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ചർച്ചയിലേക്ക് ആദ്യം വെച്ച വ്യക്തി സതീശനാണ്. സതീശൻ മാത്രമാണ്, സതീശൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഏറ്റുപിടിക്കാൻ പോലും ഒരെണ്ണം പോലും ഉണ്ടായിട്ടില്ല. മനസ്സിലായില്ലേ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ വോട്ടെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് മുമ്പുള്ള ആ ഗ്യാപ്പിൽ പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞപ്പോൾ 80ഉം 90ഉം ഒക്കെ ആയിരുന്നു അവരുടെ വിലയിരുത്തലുകൾ. എന്നാൽ സതീശൻ മാത്രമാണ് 100 100 100 100 100+ എന്ന് പറയുന്ന ഫിഗർ അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ സതീശന്റെ നിലപാടുകളും സതീശന്റെ കാഴ്ചപ്പാടുകളും വോട്ടായി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ 100+ എന്ന് പറയുന്ന ഫിഗർ. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ജനതരംഗം, ജനവികാരം എന്ന് പറയുന്നത് അത് സതീശനാണ്. അത് മനസ്സിലായ സ്ഥിതിക്ക് ഇനിയും വൈകിക്കുന്നതിൽ അർത്ഥമില്ല. ഫോർമുലകളൊക്കെ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം. കാരണം ഇത് ജനം ആഗ്രഹിച്ച് വിശ്വസിച്ച് നൽകിയ അംഗീകാരമാണ്. അതിന് കോട്ടം തട്ടിക്കരുത്. മനസ്സിലായില്ലേ? വളരെ കൃത്യമായിട്ട് അതിന് കോട്ടങ്ങൾ ഉണ്ടാവുന്ന ഒന്നും ഉണ്ടാകരുത്. എന്താണെങ്കിലും ഇത് ബോധ്യപ്പെട്ടു എന്നുള്ളത് വലിയ ആശാവഹമായ കാര്യമാണ്.
കാരണം ഈ 63 അംഗങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് വളരെ മർമ്മപ്രധാനമായ കാര്യമാണ്. കാരണം ജനം വോട്ട് ചെയ്തു. ആ ജനം വോട്ട് ചെയ്തത് സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് കാണാനാ. കാരണം പറവൂരിൽ നിന്ന് സതീശൻ മാത്രം വിജയിച്ചത് കൊണ്ട് സതീശൻ മുഖ്യമന്ത്രിയാവില്ല. മറിച്ച് സതീശനെ പിന്തുണക്കുന്ന, സതീശന് വേണ്ടി കൈപൊക്കാൻ കേരളത്തിന്റെ നിയമസഭയിൽ ആളുകൾ ഉണ്ടാവണം എന്നുള്ളത് കരുതിയിട്ടാണ് ഈ പറയുന്ന ആളുകളെ, കോൺഗ്രസിന്റെ പ്രതിനിധികളെ, സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചു വിട്ടിട്ടുള്ളത്. അപ്പൊ അത് നേതൃത്വം കാണാതെ പോകരുത് എന്നുള്ളതാ. പിന്നെ പറയാനുള്ളത് എന്തെന്ന് വെച്ചാല്, കേരളം ഈ പാർട്ടിയെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് സതീശന്റെ 5 വർഷം മുമ്പ് സതീശന്റെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ ഈ പാർട്ടി എഴുന്നേറ്റ് നിൽക്കാൻ ത്രാണിയില്ലാതെ കിടന്നു ഉരുളുകയായിരുന്നു. അവിടെ നിന്ന് പാർട്ടിയെയും മുന്നണിയെയും സംവിധാനങ്ങൾ സംവദിച്ച് അയാൾ എടുത്തുയർത്തി കൊണ്ടുവന്ന് ഇങ്ങനെ നിലയിൽ നിർത്തി കാണിക്കുമ്പോൾ ആ മനുഷ്യനെ അങ്ങനെ തഴഞ്ഞു മാറ്റിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ ഒരു കാര്യം ആവർത്തിച്ച് പറയാൻ ഉദ്ദേശിക്കുക, സതീശന്റെ പേരാണ് ഈ പാർട്ടി പ്രഖ്യാപിക്കുന്നതെങ്കിൽ അത് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് അതൊരു അസറ്റായി മാറും. ഇനി അതല്ല, മറ്റേതെങ്കിലും പേരിലേക്കാണ് പോകുന്നതെങ്കിൽ വലിയ നഷ്ടങ്ങൾ ഈ പാർട്ടി നേരിടേണ്ടി വരും. ഇന്ന് കിട്ടിയ ഈ പറയുന്ന 63 അംഗങ്ങൾ അത് പാർട്ടിക്ക് വലിയ ബാധ്യതയായി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. മനസ്സിലായില്ലേ? സതീശന്റെ പേരാണ് പറയുന്നതെങ്കിൽ അതൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ വലിയ നേട്ടങ്ങൾ ഒരു അസറ്റായിട്ട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ അസറ്റായി മാറുമെന്നുള്ളതാ. കാരണം ജനം ആഗ്രഹിക്കുന്നത് അതാ. എന്തിനധികം ഞാനൊരു സ്വകാര്യം പറയാം നിങ്ങളോട്. എന്താണെന്നറിയോ, കേരളത്തിൽ നല്ല ഒന്നാന്തരം കറകളില്ലാത്ത, കറ പുരളാത്ത സഖാക്കളുണ്ടല്ലോ. നല്ല സഖാവെന്ന വാക്ക് അക്ഷരം തെറ്റാതെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന സഖാക്കൾ. ആ സഖാക്കൾ പോലും ഇത്തവണ UDF വോട്ട് ചെയ്തിട്ടുള്ളത്. പുറത്ത് പറയണ്ട കേട്ടോ, സ്വകാര്യമാണ്. അത്തരം സഖാക്കൾ പോലും സതീശന്റെ നിലപാടും അയാളുടെ കാഴ്ചപ്പാടുകളും കണ്ട് വോട്ട് ചെയ്തിട്ടുണ്ട് ഇത്തവണ. മനസ്സിലായില്ലേ? അപ്പോ അത്തരം ആളുകൾ, ഈ പൊതുജനം സതീശനൊപ്പം നിന്നതാ. അത് കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോകരുത് എന്നുള്ളതാണ്. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തി. ഇത് മനസ്സിലായി, ബോധ്യമായിട്ടുണ്ടെങ്കിൽ, സതീശൻ തരംഗം കേരളത്തിൽ ഒന്നടങ്കം ഉണ്ടായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ താമസിപ്പിക്കരുത്, അത് പ്രഖ്യാപിക്കണം. ഞാൻ പറഞ്ഞില്ലേ, മറ്റൊന്നും നോക്കരുത്, മറ്റൊന്നും ചിന്തിക്കുകയും ചെയ്യരുത്. സതീശനെ മുഖ്യമന്ത്രിയാക്കി പ്രഖ്യാപിക്കുന്നത് കൊണ്ട്, സതീശന്റെ പേര് പ്രഖ്യാപിക്കുന്നത് കൊണ്ട്, തീരുമാനിക്കുന്നത് കൊണ്ട് പാർട്ടിക്ക് ഒരു തരത്തിലുള്ള നഷ്ടങ്ങളും സംഭവിക്കാൻ പോകുന്നില്ല. മറിച്ച് അതൊരു വലിയ അസറ്റായിട്ട് പാർട്ടിക്ക് സംബന്ധിച്ചിടത്തോളം ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇനി ചർച്ചകൾ നീട്ടിക്കൊണ്ടുപോകുന്നതിലോ ഇനി ചർച്ചകൾ ചെയ്യുന്നതിലോ കാര്യമില്ല. ഇനി എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാവണം എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? കാരണം കേരളം അത് ആഗ്രഹിക്കുന്നുണ്ട്. കേരളം ഇനി വൈകി പോകുന്നതിൽ അർത്ഥമില്ലെന്ന് കേരളത്തിലെ ജനങ്ങൾ പരാതി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ വോട്ട് ചെയ്ത ആളുകൾ പരാതി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം അവരുടെ മനസ്സിൽ ഒരു നിരാശ ഉണ്ടാക്കരുത്, അവരുടെ മനസ്സിൽ ഒരു സംശയത്തിൻ്റെ ഇടയുണ്ടാക്കി മാറ്റരുത്. അതിന് പാർട്ടി നേതൃത്വം മുന്നിൽ നിന്ന് നോക്കിയിട്ട് ഈ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാക്കുകയാണ് വേണ്ടത്. മനസ്സിലായില്ലേ? ഒരു പക്ഷേ ഞാനിത് സംസാരിച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറെക്കുറെയൊക്കെ അവിടെ കാര്യങ്ങൾ ഫൈനൽ ആയിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഈ വരുന്ന കാര്യം സതീശന്റെ പേര് പ്രഖ്യാപിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം ചില സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്താണെങ്കിലും ഇതിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി, UDFിലെ 2ാം കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി എടുത്ത നിലപാടുകൾ വലിയ പ്രാധാന്യമുള്ളതാണ്. കാരണം അതങ്ങനെ പ്രാധാന്യമുള്ളതാണെന്ന് പറയാൻ കാരണം ആ മുസ്ലിം ലീഗ് എടുത്ത നിലപാട് അത് ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിയിട്ടുള്ള നിലപാടാണ്. അല്ലാതെ മുസ്ലിം ലീഗിന് എന്തെങ്കിലും ഒരു മമത അത് സതീശനോടോ KC വേണുഗോപാലിനോടോ അങ്ങനെ ഒരു വ്യക്തിപരമായ മമതയുണ്ടായിട്ടല്ല. മറിച്ച് ജനവികാരം ഒന്നാമത്തെ കാര്യമായിരുന്നു. 2ാമത്തെ കാര്യം സതീശന്റെ നിലപാടുകളും കാഴ്ചപ്പാടുകളും കേരളത്തിൽ നടപ്പിലാക്കണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹം കൊണ്ടുകൂടിയാണ്. മനസ്സിലായില്ലേ? ആ മനുഷ്യൻ കണ്ട കാഴ്ചപ്പാടുകളുണ്ട്. കേരളത്തിൻ്റെ സമഗ്രമായ മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് ആ മനുഷ്യൻ ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ
വളർന്നു വരുന്ന തലമുറക്ക് വേണ്ടി സ്ത്രീകളുടെ കാര്യത്തിൽ, വയോജനങ്ങളുടെ കാര്യത്തിൽ ഒക്കെ ഈ മനുഷ്യൻ കണ്ട കാഴ്ചപ്പാടുകളുണ്ട്. അതിവിടെ നടപ്പിലാകണമെന്നേ. ആ കാഴ്ചപ്പാടുകൾക്കാണ് വോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ മനുഷ്യനെ മാറ്റി നിർത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. നയിക്കേണ്ടതും ഏറ്റവും അന്തിമ തീരുമാനമെടുക്കേണ്ടതും ആ മനുഷ്യനായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ലീഗ് അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്. അതല്ലാതെ ലീഗിനിപ്പോൾ സതീശനോട് ഒരു പ്രത്യേക താല്പര്യം. കേരളത്തിൽ എല്ലാ മനുഷ്യരും സതീശനെ പിന്തുണക്കാനുണ്ടായ കാരണം ആ മനുഷ്യൻ്റെ നിലപാടുകളാ, ആ മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകളാ, ആ മനുഷ്യൻ മുന്നോട്ട് വെച്ച ആശയങ്ങളാ. അത് നടപ്പിലാക്കി കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. എന്തിന് ഇവൻ സഖാക്കൾ പോലും. പിന്നെ സഖാക്കളെ സംബന്ധിച്ചുള്ള എന്താ ഭയം? സതീശൻ ഇരുന്ന് കഴിയുമ്പോൾ ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ കണക്കുകൾ പറയേണ്ടി വരും എന്നുള്ള ഭയമുണ്ട്. പക്ഷെ അത് ഈ പറയുന്ന സഖാക്കളെന്ന് നമുക്ക് വിളിക്കാൻ പറ്റാത്ത ആളുകളുടേതാ. നല്ല ഒന്നാം തരം സഖാക്കൾക്ക് സതീശൻ ഇരിക്കണം, സതീശൻ്റെ നിലപാടുകൾ കേരളത്തിൽ പ്രാവർത്തികമായി ഇംപ്ലിമെൻ്റ് ചെയ്ത് കാണാൻ വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിലൂടെയാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ചർച്ചകൾ എന്ന് പറഞ്ഞ് ഒരുപാട് നീട്ടുന്നതിൽ അർത്ഥമില്ല. കാരണം ഈ നീട്ടിൽ തന്നെയാണ് എല്ലാത്തിൻ്റെയും പ്രശ്നം. ഈ നീണ്ടു പോകുന്നത് കാരണം പല രീതിയിലുള്ള വാർത്തകളും തലക്കെട്ടുകളും ഓരോരുത്തന്മാർ പടച്ചുണ്ടാക്കിക്കൊണ്ടിരിക്കുക. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇതാണ് സെൻസേഷൻ, ഇതിനാണ് വ്യൂവർഷിപ്പ് ഉള്ളത്. അപ്പോൾ അതിനുവേണ്ടി മാക്സിമം അവർക്ക് ഓരോരുത്തർക്കും തോന്നും പോലെ ഇപ്പം ഡൽഹിയിൽ നടക്കുന്ന യഥാർത്ഥ കാര്യങ്ങൾ ഇവിടെ എത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയേണ്ടി വരും. പക്ഷേ അവർക്ക് തോന്നും പോലെ ഓരോ തലക്കെട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെന്താ കാര്യം? അതിനുള്ള കാരണം ഈ ചർച്ചകൾ നീളുന്നതാണ്. എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ അവസാനിക്കുന്നതേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, വളരെ കൃത്യമായിട്ട് ജനവികാരം അത് സതീശനാണ് എന്നുള്ളത് ഒരുപാട് പഠനങ്ങളോ ഒന്നും വേണ്ട കാര്യമില്ല. അത് കേരളത്തിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, അത് ബോധ്യമാകുന്നതാ. അപ്പോൾ ആ ബോധ്യങ്ങൾക്കൊപ്പം നിൽക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാവണം. അത് ഒരിക്കലും, ഞാൻ ആവർത്തിച്ച് പറയുന്നു, അങ്ങനെ ഒരു ബോധ്യത്തിനൊപ്പം നിന്നു കഴിഞ്ഞാൽ, സതീശൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് പാർട്ടിക്ക് യാതൊരുവിധ കോട്ടവും ഉണ്ടാവില്ല. മറിച്ച് സതീശൻ്റെ പേര് പറഞ്ഞില്ലെങ്കിൽ അത് വലിയ പരിക്ക് ഈ പാർട്ടിക്ക് ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ നേതൃത്വത്തിന് തർക്കങ്ങളൊന്നും വേണ്ട. അതുകൊണ്ട് ഒരുപാട് ദൈർഘിപ്പിക്കാതെ, ഒരുപാട് വൈകിക്കാതെ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തണമെന്നുള്ളതാണ്.